വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒക്ടോബർ 4 ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് നാമധാരികളായ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഫ്രാൻസിസ് അസീസി ധനികനായ വ്യാപാരിയുടെ മകൻ. അവന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയിലൂടെ യേശു അവനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതുന്നതാണ് നിന്റെ ഏറ്റവും വലിയ കുറവ്. തൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ നിമിഷം ഫ്രാൻസിസ് സ്വന്തം ഭവനം ഉപേക്ഷിക്കുന്നു, സ്വന്തം പിതാവിനെ ഉപേക്ഷിക്കുന്നു, സമ്പത്ത് ഉപേക്ഷിക്കുന്നു, ആർഭാട ജീവിതം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കുടുംബമായി. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അവൻ്റെ സഹോദരീ സഹോദരന്മാരായി. ദൈവം, സ്വർഗസ്ഥനായ പിതാവ് അവൻ്റെ അപ്പനായി. ഫ്രാൻസിസ് സഹോദരൻ ഫ്രാൻസിസായി. 25-ാമത്തെ വയസ്സിൽ അവൻ ഏറ്റവും വലിയ സമൃദ്ധിയുള്ളവനായി. ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധിയിൽ അവൻ്റെ ഹൃദയം നന്മയും മനുഷ്യത്വവും കൊണ്ട് നിറഞ്ഞു. അവൻ അസീസിയിലെ ഏറ്റവും വലിയ സമ്പന്നനായി. ദൈവസ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ അവൻ കുഷ്ഠരോഗിയെ ആർത്തിയോടെ ചുംബിച്ചപ്പോൾ അവന് അത്ഭുതകരമായ സൗഖ്യമുണ്ടായി. ദരിദ്രനെ, രോഗികളെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അവന് സ്നേഹത്തോടെ വിളിച്ചു സഹോദര എന്ന്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലൂടെയും ദൈവത്തെ തിരിച്ചറിയണമെന്ന് ഈ ലോകത്തോട് പ്രഘോഷിച്ച മഹാവിശുദ്ധൻ. ഒരു സ്വപ്നത്തിൽ പള്ളി പുനർനിർമ്മിക്കാൻ യേശു ഫ്രാൻസിസിനോട് ആവശ്യപ്പെടുമ്പോൾ ഫ്രാൻസിസ് തിരിച്ചറിയുന്നു, കല്ലോ മരം കൊണ്ടോ അല്ല, മറിച്ച് ജീവനുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന സഭയാകുന്ന പള്ളിയാണ് പുതുക്കേണ്ടത് എന്ന്. ഫ്രാൻസിസിൻ്റെ ഈ തിരിച്ചറിവ് നമുക്കിന്ന് അന്യമാകുന്നുണ്ടോ? വചനത്തിലൂടെ, കുദാശയിലൂടെ നമ്മെ തന്നെ ശക്തിപ്പെടുത്തി അങ്ങനെ നമ്മിലൂടെ സഭയ്ക്കും മറ്റുള്ളവർക്കും സമാധാനവും രക്ഷയും അനുഭവപ്പെടുന്ന ഒരു ഭവനമായി മാറാൻ, അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധിയിൽ വളരാൻ ഈ തിരുനാൾ നമുക്കും പ്രചോദനമേകട്ടെ. ആമേൻ. വചനസാരം വചനസാരം.